റോഡ് എക്സ്പ്ലോറർ എന്ന് പറയുന്ന ദേശീയപാതയുടെ വർക്ക് അപ്ഡേഷൻ ചെയ്യുന്ന ചാനലിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. ഒരുപക്ഷെ ചില ആളുകൾ നമ്മളോട് പലപ്പോഴും ചോദിക്കുന്നത് ARS ട്രാവലർ അല്ലേ എന്ന്. അതെ, ARS ട്രാവലറിൻ്റെ മറ്റൊരു ചാനലാണ്. അപ്പോൾ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള കണ്ടൻറ്റുകൾ, ചെറിയ ചെറിയ വീഡിയോസുകളാണ് ഈ ചാനലിനകത്ത് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട അന്നന്ന് നടക്കുന്ന വർക്കിൻ്റെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകൾ മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നിട്ട് ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച മലാപ്പറമ്പ് ജംഗ്ഷനിൽ നിന്നുള്ള ദേശീയപാതയുടെ ആ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. മലാപ്പറമ്പ് ജംഗ്ഷനിൽ ഓവർ പാസേജിൻ്റെ വർക്ക് പൂർത്തിയാക്കി അതിൽ 3 വരി തുറന്നു കൊടുത്തു. അടുത്ത 3 വരിയുടെ വർക്കിന് വേണ്ടി ദ്രുതഗതിയിൽ KMC വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ മണ്ണ് എക്സ്കവേഷൻ ചെയ്ത് നീക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളെ ഇക്കര ഹോസ്പിറ്റലിലൊക്കെ ആ ഒരു ജംഗ്ഷനാണ്. ഇവിടെ കുറച്ച് മണ്ണെടുത്ത് കഴിഞ്ഞിട്ട് വൺ സൈഡിൽ ഓൾറെഡി സൈഡ് ഭിത്തി നിർമ്മിച്ചിട്ടുണ്ട്. അടുത്ത സൈഡിൽ 4-5 എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന മനോഹരമായ കാഴ്ചയാണ്. നേരത്തെ ദേശീയപാത ഇതിലെയായിരുന്നു കടന്നു പോയത്. അപ്പോൾ നല്ല ഉയർന്ന ഒരു പ്രദേശമായിരുന്നു. ആ ഉയർന്ന പ്രദേശം കംപ്ലീറ്റ് മണ്ണെടുത്ത് നീക്കിയതാണ്. ഈ ഒരു സൈഡ് വാളൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി കഴിഞ്ഞ ആഴ്ചയൊക്കെ കെട്ടിയതാണ്. അപ്പോൾ വൺ സൈഡിൽ സർവീസ് റോഡ് ഓൾറെഡി പൂർത്തിയാക്കിയിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഒരു പഞ്ചായത്ത് കിണർ ഉണ്ടായിരുന്നു. ആ കിണർ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ആ ഇക്ര ഹോസ്പിറ്റലിൻ്റെ ആ ഒരു ജംഗ്ഷനാണിത്. ഇവിടെ ഓവർ പാസേജിൻ്റെ വർക്ക് വളരെ പെട്ടെന്ന് തന്നെ 6 മാസത്തും കൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ KMC പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട് പഠിക്കണം. വാഗാടിൻ്റെ ഒക്കെ നമ്മളെ വെങ്ങള റീച്ചിൽ വളരെ മന്ദഗതിയിലാണ് വർക്ക് നടന്നുകൊടുക്കുക. പ്രത്യേകിച്ച് വടകര, വെങ്ങള റീച്ചിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് വടകര. ആ വടകരയിൽ വർക്കുകൾ ഇങ്ങനെ വളരെ മന്ദഗതിയിൽ നടക്കുമ്പോൾ നമ്മൾ വടകരക്കാർ മറ്റുള്ള ആളുകൾക്കൊക്കെ മറ്റു റീച്ചുകളിലെ ദേശീയപാതയുടെ വർക്ക് ഇങ്ങനെ കാണേണ്ടി വരുന്ന ഒരു ഗതികേടാണ്. സത്യം പറയുകയാണെങ്കിൽ കുറ്റം പറയല്ല. ഈ വാഗാടിന് കിട്ടുന്നത് പൈസയാണ്. നമ്മളെ KMCയും KNRCയും ULCCയും വിശ്വസമുദ്ര തുടങ്ങിയ കമ്പനികൾക്കൊക്കെ കിട്ടുന്നത് ക്യാഷാണ്. പക്ഷേ വെങ്ങള റീച്ച് നമ്മൾ വളരെ പ്രധാനപ്പെട്ട വടകര പോലെയുള്ള ദേശീയപാതയിലെ വർക്ക് മന്ദഗതിയിൽ പോകുമ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ നമ്മളെ ഈ ഒരു മലാപ്പറമ്പ് ജംഗ്ഷനിൽ നല്ല 6 വരിയും 6 വരിയുടെയും വർക്ക് നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഓവർ പാസേജിലൊക്കെ പൂർണ്ണമായും തുറന്നു കൊടുത്തു. നേരത്തെ നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. ആ ട്രാഫിക് ബ്ലോക്കൊക്കെ ഇവിടെയുള്ള പ്രദേശത്തുള്ള ആളുകൾക്ക് അധികം അനുഭവിക്കേണ്ടി വന്നില്ല. അപ്പോൾ അടുത്ത 3 വരിയുടെയും വർക്ക് നല്ല രീതിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപക്ഷെ നമ്മളെ വെങ്ങള റീച്ചിൽ വാഗാടിന് ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞിട്ടുണ്ടാവുക ഞാനായിരിക്കും. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ വടകരയിൽ ഏറ്റവും കൂടുതൽ വർക്ക് വടകരയിൽ കൂടുതലായിട്ട് അപ്ഡേറ്റ് ചെയ്യാറ്. അപ്പോൾ കാണുമ്പോൾ പറഞ്ഞു പോകും. പ്രത്യേകിച്ച് നമ്മൾ കമൻറ്റും അത്തരത്തിൽ വരുമ്പോൾ നമ്മളോട് അറിയാതെ പറഞ്ഞു പോകും. അപ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് വർക്ക് നടന്നുകൊടുക്കുന്നത്. ഈ സർവീസ് റോഡിൻ്റെ വർക്കാണ് ഈ പ്രദേശത്ത് നടക്കാതെ. സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാനും വേണ്ടിയിട്ട് സൈഡ് ഭിത്തിയൊക്കെ കോൺക്രീറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മണ്ണൊക്കെ തകൃതിയായിട്ട് ഈ ഭാഗത്ത് വാഗാട് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ദേശീയപാതയിലെ ഇത്തരത്തിലുള്ള പുതിയ പുതിയ കാഴ്ചകൾ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ പ്രധാനപ്പെട്ട ഡെയിലി അപ്ഡേറ്റ്സ് ലഭിക്കാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകേണ്ട. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എന്തൊക്കെ സപ്പോർട്ട് ചെയ്യാനും അതൊക്കെ നൽകാനും മറക്കണ്ട.